അങ്ങനെ നമ്മൾ കാത്തിരുന്ന മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരിക്കുകയാണ്. മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദില പുറത്തായിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആദിലയാണ് പുറത്തായിരിക്കുന്നത്. ആൻഡ് ആദിലയെ പറ്റി പറയാനും ഉണ്ട്. മാത്രമല്ല ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലൊരു എപ്പിസോഡ് ആയിരിക്കും. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിരിപ്പൊന്നുമില്ല, ഒന്നുമില്ലാതെ നന്നായിട്ട് ഇരിക്കുമ്പോഴാണ് അവസാനം കൊണ്ട് കല ഉടച്ച കണക്ക് പോയിട്ട് ഈ ആദിലയും നൂറയും ഇതുപോലെ തന്നെ കലാഭവൻ സരിക. ഈ കലാഭവൻ സരികയ്ക്ക് എന്താണ് ഇത്ര വ്യക്തിവിരോധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അനുമോളോടും മസ്താനിയോടൊക്കെ മനസ്സിലാവുന്നില്ല, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. ചുമ്മാ പോയിട്ട് നൂറേനെ വിഷം കുത്തി വെക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണെന്ന് കമന്റ് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പം ആദ്യം തന്നെ ആദിലയെ പറ്റി പറയാം. ആദിലയിലും നൂറേനും ആദ്യം വന്ന് ഒരു മിണ്ടാപ്പൂച്ചയെ പോലെയാണ് ഇരുന്നത്. പക്ഷെ കല ഉടച്ചു. കാരണം എന്താന്ന് വെച്ചാൽ ആദില ഗെയിം എടുത്തിട്ടുള്ളത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട് ആദിലയുടെ ഗെയിം എടുത്തിട്ടുള്ളത് ഒരാളെടുത്ത് മാത്രമാണ്, അത് അനുമോളെടുത്ത് മാത്രമാണ്. കാരണം അനുമോള് കത്തി നിൽക്കുന്ന ഒരു സമയമുണ്ട്. അതായത് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇവരുടെ എല്ലാം ബുള്ളിങ് ഏറ്റുവാങ്ങി അനുമോള് കത്തി നിൽക്കുന്ന സമയത്ത് അനുമോളുടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പൊളിക്കാൻ വേണ്ടിയിട്ട് അനുമോൾക്കെതിരെ അതൊരു ഗെയിമാണ് ആദിലയുടെ. അതായത് അനുമോളുടെ കൂടെ നിന്നത് ആദിലയുടെ ഗെയിം തന്നെയാണ്. ആൻഡ് ആദിലയുടെ പല പ്രാവശ്യം അനുവിനെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് എല്ലാ അനുമോളുടെ കൂടെ തന്നെ ആദില നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഒരു ഗ്യാങ് പട്ടാഗേൾസ്, അത് മാത്രമല്ല അനുമോൾക്ക് ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ചും കൂടെ വിശ്വാസ്യത ഉള്ളതും ആദിലയോടായിരുന്നു. എല്ലാ കാര്യങ്ങളും ആദിലയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചാണ് ആദിലെ കുത്തിക്കൊണ്ട് അനുമോൾ ഇരുന്നത്. ഓക്കെ, ആൻഡ് ആദില കുറച്ചും കൂടെ ഒരു ഒറ്റയ്ക്ക് ഇറങ്ങി വന്നിട്ട് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ആദില നന്നായിട്ട് നല്ലൊരു ഗെയിമറാണ്. എനിക്ക് നൂറേക്കാൾ കുറച്ചുകൂടെ ഫാർ ബെറ്റർ ആയിട്ട് നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആദിലെ തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നൂറ ടാസ്കിൽ ആക്റ്റീവാണ്, മറ്റ് ഇതിലെല്ലാം ആക്റ്റീവാണ്. ബട്ട് ഓൾസോ എനിക്ക് ആദിലയാണ് കുറച്ചും കൂടെ ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആദിലെ തന്നെയാണ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ആദില. ആൻഡ് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ പുറത്തു പോയാലും ശരി ഈ ബിഗ് ബോസ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരുള്ളൂ. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ആ ഒരു ട്രോമ ഉണ്ടാവും. ഇത്ര നാളെ വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കമന്റ്സ് കാണുമ്പോൾ നമുക്ക് ആ ട്രോമ ഉണ്ടാവും. ബട്ട് അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. വാൻ ബാക്ക് ടു യുവർ ലൈഫ്. അത് നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്ത് വേണം വരാൻ. കാരണം അങ്ങനെ പറ്റുള്ളൂ. ആൻഡ് നിങ്ങൾ ആ അനുവും ആയിട്ടായും ശൈത്യമായിട്ട് നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ലൈഫിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ആദില. ആൻഡ് ഇന്ന് നടന്ന കാര്യങ്ങളിൽ എന്താണെന്ന് അറിയില്ല. തമിഴ് ബിഗ് ബോസിന്റെ സെറ്റപ്പ് അതാണെന്ന് അറിയില്ല. ഇന്നും തമിഴ് പാട്ട് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ തമിഴ് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരു രസമാണ്. ബട്ട് ഒരുമാതിരി ഫീൽ ചെയ്യുന്നത് ഈ കണ്ടിന്യൂസ്ലി തമിഴ് ഇടയ്ക്കൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കണ്ടിന്യൂസ്ലി തമിഴ് പാട്ട് ഇടുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ, ഇഷ്ടപ്പെടായ്മ ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി നടക്കണം. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആർക്കൊക്കെ നിങ്ങൾക്ക് സോറി പറയാൻ ആഗ്രഹമുള്ള സോറി പറയാം, താങ്ക് യു പറയാൻ ആഗ്രഹമുള്ളവർക്ക് താങ്ക് യു പറയാം. താങ്ക് യു പറയുന്നത് ഇപ്പം എടുത്തു പറയണ കുറെ പേരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അക്ബർ, നെവിൻ സോറി പറയുന്നത് നമ്മുടെ അനുമോളോട് ഷാനവാസിനോടാണ്. ആൻഡ് താങ്ക് യു പറയുന്നത് ജിസയിലോടാണ്. എനിക്ക് നെവിൻ ടാസ്ക് ചെയ്യാൻ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കാരണം നെവിൻ എല്ലാ കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞ നെവിൻ ജിസയിലോട് താങ്ക് യു പറയുന്നതും അനുമോളോട് ഷാനവാസിനോട് ചെയ്തതിൽ എല്ലാത്തിനും സോറി പറയുന്നത്. കാരണം എനിക്ക് കൂടുതലും നെവിൻ ഗെയിം എടുത്തിട്ടുള്ളത് അനുമോളോടും ഷാനവാസിനോടും തന്നെയാണ്, അനീഷിനേക്കാൾ ഉപരി. അപ്പം അവരോട് സോറി പറഞ്ഞിട്ട് ആ ഒരു ഭാരം ഇറക്കി വെക്കുന്നത് നന്നായിട്ട് ഫീൽ ചെയ്തത് എനിക്ക് നെവിനാണ് ആ ടാസ്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് ഇതിനുശേഷം ആദിലയുടെ കാര്യം എടുത്തു വേണം. ആദില അവിടെ സോറി പറയുന്നത് ആര്യനോടാണ്. അതായത് മറ്റേ ഈ നൂറേനെ കാണിച്ച വിഷയം. പക്ഷെ അത് നൂറേനെ കാണിച്ച വിഷയത്തിൽ നൂറയാണ് ആദിലയോട് പറയുന്നത്. ബട്ട് അനുമോൾ അതിനെ വിട്ടുകളാന്നാണ് പറഞ്ഞത്. എനിക്ക് അന്നത്തെ എപ്പിസോഡ് ഓർമ്മ ഇതാണ്, അനുമോളെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാണ് ചെയ്തത്. പക്ഷേ ഈ ആദില പറയുന്നത് ആ ഒരു ഇത് ഉണ്ടായിരുന്നു, എനിക്ക് അപ്പോൾ ഉണ്ടായത്. അപ്പം ആര്യനോട് സോറി പറയുന്നു, അതൊരു ഡബിൾ മീനിങ് ആണ്, നമ്മൾ രണ്ടുപേരും പറയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ആര്യനോട് സോറി പിന്നെ അനുമോളോട് താങ്ക് യു പറയുന്നതാണ്. എങ്ങനെ ആക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, എടുത്തു പറഞ്ഞ് അതായത് ഈ ഇന്നലത്തെ എപ്പിസോഡിൽ എന്തോ ആ റീഗൽ ജ്വല്ലേഴ്സിൽ ഡയമണ്ടിന്റെ ക്യൂ കാർഡ് കൊടുത്തപ്പം
അനിമോളും കൂടെ ചേർന്ന് ആര്യയോട് നിന്നത് അതുവരെ എടുത്തു പറഞ്ഞ് അനിമോളെ ഒരു കുത്തുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് അത് ലൈവിൽ കണ്ടു പറഞ്ഞാൽ മസ്താനെയൊക്കെ പോയി ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് ലൈവ് ക്ലിപ്പിംഗ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ വലുതായിട്ട്. അപ്പൊ അതിലങ്ങനെ നടക്കുന്നത്. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇതിന് ശേഷം ഫൈറ്റ് സീൻസിന്റെ ഒരു വീഡിയോ ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുകയാണ്. ഫൈറ്റ് സീൻസിന്റെ ആ വീഡിയോയിൽ അത് അത്യാവശ്യം നല്ല വീഡിയോ ആയിരുന്നു, നല്ല എല്ലാ ഫൈറ്റും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലെല്ലാത്തും നോക്കുമ്പോൾ സാബുമാൻ എവിടെ? കാരണം ഇതിൽ എനിക്ക് ഏറ്റവും ഇൻവോൾവ് ആയിട്ട് എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു. അതായത് രേണു സുധി ഉൾപ്പെടെ എല്ലാവരും ആ ഫൈറ്റ് സീനിൽ ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ അതിലൊട്ടും ഇല്ലാതെ നിന്നത് ആരാന്ന് വെച്ചാൽ അത് സാബുമാനാണ്. സാബുമാൻ ആ പരിസരത്ത് ഇടയ്ക്കുമ്പോഴേക്കും നിഴല് പോലും ആ വീട്ടിൽ പോകുന്നുണ്ട്. അത് മാത്രമല്ല ഇന്നത്തെ ദിവസം സാബുമാൻ ആ വീട്ടിൽ ഞാൻ കണ്ടില്ല. പിന്നെ സാബുമാൻ ഇറങ്ങി പോയത് സീരിയസ്ലി ഞാൻ കണ്ടില്ല കേട്ടോ. സാബുമാൻ ആ വീട്ടിൽ ഇറങ്ങി പോയെന്ന് എനിക്കറിയില്ല. സാബുമാൻ മാത്രമുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ സാബുമാൻ ഇടയ്ക്ക് കലിപ്പാവുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഇട്ടായിരുന്നു. കാരണം സാബുമാനാണ് വലിയ ഫൈറ്റ് ഒന്നും ഉണ്ടാക്കാത്തത് കേട്ടോ. അപ്പം ഇതിനു ശേഷം ആര്യവും ഷാനവാസും കൂടെ ടോക്കാണ്. ആദിലയും നൂറേയും പറ്റിയിട്ടാണ് ഇവരുടെ ടോക്ക് വരുന്നത്. അതായത് ആദില ജയിക്കാൻ വേണ്ടി ആദില എന്ത് ചെയ്യും, അതുപോലെ തന്നെ അപ്പാനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു, നിന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞ് ഞാൻ നാറ്റിക്കുന്നു, അപ്പാനി ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് അനുമോള് പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയില്ല അങ്ങനെ. പക്ഷെ പുറത്തെ കാര്യം പറയാൻ ബിഗ് ബോസ് അനുവദിക്കില്ല. ഇപ്പൊ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരാൾക്കുടെ വാണിംഗ് ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും വരാം. ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് എന്താന്ന് വെച്ചാൽ ഷാനവാസ് ചങ്ക് പൊട്ടിയിരിക്കുക, ഷാനവാസ് ഞെട്ടിയിരിക്കുന്നത്. കാരണം ആദിലയുടെ ഒരു മാറ്റം. അപ്പൊ അതാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഷാനവാസ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഷാനവാസ് ഇവിടെ നിൽപ്പുണ്ട്. കാരണം എല്ലാവരും വന്നിട്ട് അനുമോളെ കുറ്റം മാത്രം പറയുന്നുണ്ട്. ഷാനവാസ് ഇപ്പൊ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ. ആൻഡ് ഇതിന്റെ ഇടയ്ക്ക് KP നമ്പൂതിരീസിന്റെ ഒരു ഫോട്ടോഷൂട്ടിന്റെ ടാസ്ക് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഫ്രണ്ട്ഷിപ്പ് വീഡിയോ, എല്ലാവരുടെ ഫ്രണ്ട്ഷിപ്പ് വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അത് എടുത്ത് കാണിച്ചത് പട്ടാ ഗേൾസിന്റെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. എസ്പെഷ്യലി ആദില, നൂറ്, അനുമോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിന് ശേഷം കരഞ്ഞോണ്ട് വന്നിട്ട് ആദില പോയിട്ട് പോടി പട്ടി എന്നൊക്കെ വിളിച്ച് അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നൂറ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അനുമോൾ അവിടെ പറയുന്നത് ശൈത്യയെ കൂടെ വിളിക്കുന്നത്. ശൈത്യം വിളിച്ചപ്പോൾ ശൈത്യം എന്നിട്ട് പറഞ്ഞു ശൈത്യം പോകുന്നില്ല. ശൈത്യം പിന്നെയാണ് വന്ന് കെട്ടിപ്പിടിക്കുന്നത്. ഇതിനിടയ്ക്ക് ആരും പോയിട്ട് കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം പിന്നെ ഷാനവാസും അനുവും കൂടെ പിന്നെയും വീണ്ടും ഇരുന്ന് കുഞ്ഞാലിൽ സംസാരിക്കുന്നത്. ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്, കാരണം മഴയില്ല, കേട്ടുക. അപ്പം ഇങ്ങനെ അതായത് അന്ന് ടിഷ്യൂ പേപ്പറിൽ ഇവര് സംഭവം ഷാനവാസ് അറിഞ്ഞു. അപ്പൊ ഷാനവാസിനോട് പറയാണ്, അത് ഞാൻ എഴുതി കൊടുത്തത് എന്റെ നമ്പറാണ്, വീട്ടിൽ ചെന്നിട്ട് എന്റെ കാര്യങ്ങൾ ഇവിടെ പറയണം എന്ന് പറഞ്ഞ് എന്റെ നമ്പറാണ് ഞാൻ എഴുതി കൊടുത്തത്. ടിഷ്യൂ അവള് മടക്കി കളഞ്ഞു എന്നുള്ള പറഞ്ഞു. പക്ഷെ അവള് മടക്കി കളഞ്ഞിട്ടില്ല. അവള് എന്ത് ചെയ്തു, ഇപ്പോഴും അവളെ കബോർഡിൽ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് ശൈത്യം കേട്ടോണ്ട് വരെയാണ്. ഇത് ശൈത്യം അനുമോളത്ത് വരുന്നത്. ശൈത്യം അനുമോളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം ആദിലയും നൂറയും സംസാരിക്കുന്നുണ്ട്. അവള് പറഞ്ഞത് അവളുടെ ചേച്ചിയെ വിളിക്കാം, ചേച്ചിയുടെ നമ്പറാണെന്ന് പറഞ്ഞാണ് തന്നത്. ആദ്യം പറഞ്ഞ PR എന്നാണ്, ഇപ്പൊ ചേച്ചിയുടെ നമ്പർ എന്ന് പറഞ്ഞാണ് തന്നത്. ആൻഡ് അതുപോലെ തന്നെ അക്ബനയുടെ വൈറ്റ് വാഷ് അടിക്കുന്നുണ്ടെന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞാണ് നമ്പർ തന്നേന്നാണ് ആദില നൂറയോട് പറയുന്നത്. എന്നിട്ട് അനുമോളെ കുറെ കുറ്റവും പറയുന്നുണ്ട്. പിന്നെ ഇത് കുത്തുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. അപ്പം എനിക്ക് അനുമോളോട് പറയുന്നുണ്ട് ചേച്ചീനെ ഒന്ന് വിളിക്കുക, എന്റെ കാര്യം പറയാ, അതാണ് ചേച്ചിയുടെ നമ്പർ തന്നത് എന്നാണ് അനുമോള് പറയുന്നത്. ആദില നേരെ ഓപ്പോസിറ്റ് ആയിട്ടും പറയുന്നുണ്ട്. ഇതിനുശേഷം ശൈത്യ പോയിട്ട് അനുമോളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ശൈത്യ പുറത്തെ കാര്യം തന്നെയാണ് പറയുന്നത്. പുറത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ശൈത്യ എടുത്തു പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ വീഡിയോയിൽ നിന്റെ കട്ടപ്പയായിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. അപ്പം നീ എന്റെ കട്ടപ്പ, നീ എന്നെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് അനുമോള് ചോദിച്ചു, നീ എന്തിനാണ് പേടിക്കുന്നത്, നീ എന്നെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടോ? അപ്പൊ ശൈത്യന് ഇല്ല. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്, പിന്നെ എങ്ങനെയാ വീഡിയോ വരും? അനുമോൾ അവിടെ ചോദിച്ച പോയിന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളെ പിന്നിൽ നിന്നും ശൈത്യം കുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ വീഡിയോ വന്നത്? ശരിക്കും പറഞ്ഞാൽ കട്ടപ്പ എന്ന് പറയുന്നത് ഈ PR വർക്കുകാർ ഇട്ട് കൊടുത്തൊരു പേരല്ല, മറിച്ച് റിവ്യൂവേഴ്സ് ഇട്ട് കൊടുത്തൊരു പേരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഇന്ന് അനുമോളിന്റെ PR ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ വിനു വിജയ്, ആ ഒരു പുള്ളിയുടെ ഇന്റർവ്യൂലും കട്ടിങ്സിലും പറഞ്ഞത്. അത് റിവ്യൂവേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്നാണ് ഇവർ പറയുന്നത്. അതായത്
കട്ടപ്പ എന്നുള്ള പേര്. അത് ശരിക്കും ശൈത്യ തന്നെയാണ് അതിന് വെച്ചത്. അപ്പം എന്റെ ഒരു ഒരുപാട് എന്നെ കുറെ ഇവര് കമന്റ് ചെയ്യുന്നത്, എങ്ങനത്തെ കമന്റ് നീ എന്തിനാ ശ്രദ്ധിക്കാൻ പോകുന്നത്, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്, നീ എന്തിനാ കമന്റ് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടുന്ന് ബിഗ് ബോസ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളവരൊക്കെ ഒരുവിധം അടങ്ങും, ബാക്കിയുള്ളവർ ഒരുവിധം അടങ്ങും. പക്ഷെ അനുമോക്കാണ് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടാൻ പോകുന്നത്. സീരിയസ്ലി അവിടെ വേറെ ആർക്കില്ല, അനുമോൾക്ക്. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടാൻ പോകുന്നത്. PR മോള്, കുണുമോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടാൻ പോകുന്നത് അനുമോക്കാണ്, PR പേരും പറഞ്ഞുകൊണ്ട്, ഉറപ്പായിട്ട്. പക്ഷെ അതൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നത് അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തോന്നും. കാരണം സീസൺ 6 ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടിയത് ജാസ്മിൻ ജാഫറിനാണ്. പക്ഷെ അതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അതിൽ ഒരു പരിധി വരെ കാരണം എന്താന്ന് വെച്ചാൽ PR വർക്കുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അത് അവരുടെ വരുന്ന വീഡിയോസ് ഒക്കെ തന്നെയാണ്. വീടിനകത്തുള്ള അതും അതിന്റെ എഡിച്ചല്ല, വീട്ടിനകത്ത് ജബ്രി ആ കോമ്പും തന്നെയാണ്. ബട്ട് ഓൾവേസ് ജാസ്മിൻ ജാഫർ അതൊക്കെ ഓവർകം ചെയ്ത് അതിനൊക്കെ നല്ല മറുപടി ജാസ്മിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ജാസ്മിന് ഒരു ട്രോമ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പിന്നീട് ആൾ ഓക്കെ ആയിട്ട് വന്ന് ട്രിപ്പിനൊക്കെ പോയി ഓക്കെ ആയിട്ട് പിന്നീട് വരികയാണ് ചെയ്തത് ജാസ്മിൻ. ഓക്കെ, അപ്പം ഇതൊക്കെ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ. മാക്സിമം പോയി ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു മാസം ആ ഒരു സമയം വരെ ഉണ്ടാവുള്ളൂ. എന്തായാലും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടാൻ പോകുന്നത്. മറ്റാരേക്കാളും സൈബർ ബുള്ളിങ് കിട്ടാൻ പോകുന്ന അനുമോൾക്കാണ്. മാത്രമല്ല ശൈത്യ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് അനുമോളെ ഒരു ഫേസ് റിവീൽ ചെയ്യാന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ അപ്പൊ ശൈത്യ ഇപ്പൊ സൈബർ ബുള്ളിങ് വീണ്ടും വരുന്ന വാങ്ങിക്കുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്തത്, ശൈത്യ. ആൻഡ് അവിടെ ബിഗ് ബോസ് അവിടെ ശൈത്യക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശൈത്യക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുന്നു. ആൻഡ് പിന്നെ ശൈത്യ അത് കണ്ടിന്യൂ ചെയ്യുമ്പം ശൈത്യക്ക് സ്ട്രിക്റ്റ് ആണ് ബിഗ് ബോസ് വാൺ ചെയ്യാണ്. അപ്പൊ ശൈത്യ പൊട്ടിക്കരയുന്നുണ്ട്, എല്ലാവരും കൂടുന്നു, ആശ്വസിപ്പിക്കുന്നു. ഇതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തിയ മിഡ് വീക്ക് എവിക്ഷൻ പറയാണ്. അപ്പൊ ബോംബിന്റെ ഈ ഒരു മഞ്ഞ വയറുണ്ട്, അത് പ്ലെയർ ഉപയോഗിച്ച് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ബോംബ് പൊട്ടുമ്പോൾ അതില് പച്ചയാണ് വരുന്നതെങ്കിൽ സേവ്ഡ് ആണ്, റെഡ് ആണ് വരുന്നെങ്കിൽ അൺസേവ്ഡ് ആണ്. ഇതിൽ ആദ്യം ഷാനവാസ് നെവിന് പൊട്ടിക്കുമ്പോൾ പച്ച വരുന്നു, അവര് സേവ് ആവുന്നു. ആൻഡ് ഇതിനുശേഷം അനുമോളും അനീഷും പൊട്ടിക്കുമ്പോൾ അനുമോക്ക് പച്ച വരുന്നു, അനീഷിന് വരുന്നില്ല. അപ്പം അനീഷിന് അവിടെ നിൽക്കാൻ പറയുന്നുണ്ട്. ഇതിനുശേഷം ആദിലയും നൂറയും അക്ബറും കൂടെ പൊട്ടിക്കുമ്പോൾ നൂറയ്ക്കും അക്ബറിനും പച്ച വരുന്നു, ആദിലേക്ക് റെഡ് വരുന്നു, ആദില എവിക്റ്റഡ് ആവുകയാണ്. ആൻഡ് അതിനുശേഷം ആദില അവിടെ ശൈത്യയും നൂറയും കൂടെ ചേർന്ന് പറയുന്നുണ്ട് മറ്റേ ബോംബ് പൊട്ടിക്കണ്ട, മറ്റേ കാര്യം പറയണ്ടല്ലോ, ഓപ്പണായിട്ട് പറയണ്ടല്ലേ, എന്തായാലും പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദില മറ്റേ കാര്യം പറയുന്നില്ല. ഇനി അക്ബർ പറയുമെന്ന് എനിക്കറിയില്ല. ആദില മറ്റേ കാര്യം പറയുന്നില്ല. അങ്ങനെ എല്ലാവരോടും കാര്യം പറഞ്ഞ് പോവാണ്, എല്ലായിടത്തും പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. പക്ഷെ ഷാനവാസും അനുവും അധികം മൈൻഡ് ചെയ്തിട്ട് ആ വീഡിയോയിൽ അധികം മൈൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. പ്രത്യേകിച്ച് ഷാനവാസും ഫോട്ടോ എടുത്തിട്ട് ആദില ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. ബാക്കിയെല്ലാം പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് ശൈത്യയോട് പറയാണ്. ശൈത്യ ഇതിനെ പറ്റി ഒന്നും സംസാരിക്കണ്ട എന്ന് ശൈത്യയോട് പറഞ്ഞിട്ട് ആ ന്യൂറയോട് പറഞ്ഞിട്ട് ആദില പോവുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിനുശേഷം ന്യൂറ എവിടെ പോകുന്നു, ന്യൂറ എവിടെ ഇരിക്കുന്നുണ്ട്. ന്യൂറയുടെ ചെവിയിൽ എന്തോ ആദില പോയിട്ട് സരിക പോയിട്ട് എന്തോ കലാഭവൻ സരിക പോയിട്ട് എന്തോ കുശുകുശുന്നുണ്ട്. അനുമോളെ പറ്റിയിട്ട് എന്തോന്ന് പറഞ്ഞത്, അനു എന്നൊരു പേര് ഞാൻ കേട്ടു. ഈ കലാഭവൻ സരികയ്ക്ക് എന്തിന്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല. പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് എടുത്തു വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസ് വീക്കിന് എവിക്റ്റ് ആയിട്ട് പോലും കലാഭവൻ സരികയ്ക്ക് സൈബർ ബുള്ളിങ് നേരിട്ടിട്ടില്ല. ഇത് സൈബർ ബുള്ളിങ് അല്ല, ഒരു എന്താണ് ട്രോള് നേരിട്ടിട്ടില്ല. പക്ഷെ ഇതിപ്പം സരിക ട്രോൾ ഇറന്ന് വാങ്ങുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ ഇവിടെ കയറിയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ ഈ റീ എൻട്രിയില് പോസിറ്റീവ് ആയത് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മസ്താനിയാണ്. മസ്താനിക്ക് നേരത്തെ കിട്ടിയ ട്രോൾ അല്ല, മസ്താനി ഈ ഒരു റീ എൻട്രിയിലൂടെ മസ്താനിക്ക് മാറിയിട്ടുണ്ട്, ഉറപ്പായിട്ട് മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ പ്രശ്നത്തിൽ ചാച്ചനെ വിളിച്ച തെറ്റാണ്. ബട്ട് ഓൾവേസ് ബിൻസിയാണ് അവിടെ തുടങ്ങി വെച്ചത് പുറത്തെ കാര്യം വെച്ചിട്ട്. അങ്ങനെ മസ്താനിക്ക് അത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടേ ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ മസ്താനിക്ക് ഏകദേശം സൈബർ ബുള്ളിങ് ഒരുവിധം മാറി വന്നിട്ടുണ്ട്, ആ ഒരു ട്രോമ ഏകദേശം മാറി വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ട് മസ്താനിയാണ്. പക്ഷെ ഈ ഒന്നും അല്ലാതെ കലാഭവൻ സരിക ഇപ്പൊ നെഗറ്റീവ് മാറിയിരിക്കുകയാണ്. എന്തിന്റെ കേടാണ് ഈ നൂറെ അടുത്ത് പോയിട്ട് ഈ പുറത്തെ കാര്യങ്ങളൊക്കെ ചെവി പറയേണ്ട കാര്യം തോന്നാണ്?
എനിക്ക് നൂറയുടെ ഉള്ളിൽ വിഷം വെക്കുന്നവരാണ്, കലാപോത്സാരിക വിഷം കുത്തി വെക്കുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്തത്. പറയാലോ, വിഷം കുത്തി വെക്കുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ ഒരു വഴി, വേറെ ഒരു ഇതുമില്ല ഇവർക്ക്, വേറെ ഒരു ജോലിയും ഇല്ല. ഇനി ഇതിനിടയ്ക്ക് ലൈവിന്റെ വീഡിയോയിലൊക്കെ കുറെ പേരൊക്കെ അനുമോൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. ലക്ഷ്മി ആണെങ്കിൽ ലക്ഷ്മി വന്നപ്പോഴേ അനുമോൾക്ക് സപ്പോർട്ടായിട്ടാണ് ലക്ഷ്മി നിൽക്കുന്നത് കേട്ടോ. ലക്ഷ്മി അങ്ങനെയാണ് നിൽക്കുന്നത്, മസ്താനി നിൽക്കുന്നത്, ഒനീല്, അഭി, പിന്നെ അതുപോലെ തന്നെ ജിഷിൻ, ഇപ്പൊ ഷാനവാസ് നിൽക്കുന്നുണ്ട്. ഷാനവാസിനോട് അഭിയോ ജിഷിൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, ആ ഷാനവാസ് ഇപ്പൊ അനുമോളിനൊപ്പം നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും നിൽപ്പുണ്ട് ഇവർക്ക് കൂട്ടായിട്ട്. എന്തായാലും അതവിടെ കഴിഞ്ഞു. പിന്നെ അപ്പാനിയോട് അനുമോൾ സംസാരിക്കും. അപ്പൊ അപ്പാനിയോട് കുറെ നേരമായിട്ട് അനുമോൾ സംസാരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ വീഡിയോ അപ്പാനിയുടെ ഇത് PR ഇടുന്നുണ്ട്. അപ്പാനി PR ഉണ്ടല്ലോ, അപ്പൊ അപ്പാനിയുടെ PR അതൊക്കെ ഇപ്പം അപ്ലോഡ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പം ഇതാണ് മെയിനിൽ നടന്നത്. പിന്നെ ഇതിനു ശേഷം ഇവരെല്ലാവരും പെട്ടി പോവാൻ വേണ്ടിയിട്ട് പെട്ടി പാക്ക് ചെയ്യാണ്. ആ പെട്ടി പാക്ക് ചെയ്യുന്ന ശാരിക പോയിട്ട് നൂറെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നൂറ പോയിട്ട് പൗഡർ റൂമിൽ പോയിട്ട് കരയുന്നുണ്ട്. ഇവിടെയാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പം ഇവരെല്ലാരും നാളെ ബിഗ് ബോസ് വീട് വിട്ട് പോവും. എല്ലാവരും പെട്ടി പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കുകയാണ്. അപ്പൊ ഇവരെല്ലാരും നാളെ പെട്ടി പോവും. പിന്നെ അപ്പൊ നാളെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. നാളെ മിക്കവാറും എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അക്ബർ എന്തെങ്കിലും വിളിച്ച് പറയും, ഇവരെല്ലാരും വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. ഒന്നും അറിയില്ല, പുറത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ വാർണിംഗ് ഉണ്ട്. ഇറങ്ങി പോകാൻ നേരത്തെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത് പോയാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അതും അറിയില്ല. നാളെ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. മാത്രമല്ല ഇവരുടെ വലിയൊരു ജേർണി വീഡിയോ കാണിച്ചില്ല കേട്ടോ. പിന്നെ ഇവര് വീട്ടിൽ കയറി വരുന്നൊന്നും കാണിച്ചില്ല. അത് നാളെ കാണിക്കുമായിരിക്കും. അത് മാത്രമല്ല നാളെ വെള്ളിയാഴ്ചയാണ്, അത് കഴിഞ്ഞ് ശനി ഞായർ ഗ്രാൻഡ് ഫിനാലെയായി. അപ്പം വോട്ടിംഗ് ചെയ്യുന്നവരെല്ലാം മാക്സിമം വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റിന് വേണ്ടി വോട്ട് ചെയ്യുക. അപ്പൊ നാളത്തെ എപ്പിസോഡിന്റെ പിന്നെ തമിഴിന്റെ റിവ്യൂ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. കഴിഞ്ഞ ആഴ്ചത്തെ റിവ്യൂ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഹോട്ടൽ ടാസ്ക് കുളമാക്കി വച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും. ബിഗ് ബോസ് തന്നെ ഗസ്റ്റിനോട് സോറി പറയേണ്ട, ഗസ്റ്റ് നമ്മളെ മലയാളം ഹോട്ടൽ ടാസ്ക് പോലെ ആയിട്ടുള്ളത്, പുറത്തുനിന്നാണ് ഗസ്റ്റ് വന്നത്. ഗസ്റ്റിനോട് സോറി പറയേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം തമിഴിന്റെ റിവ്യൂ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ആൻഡ് താങ്ക് യു.